ഞങ്ങൾ ഗുജറാത്തിൽ എത്തിയതാണ്. 6 ദിവസമായി ഗുജറാത്തിൽ. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ടൗണിൽ തന്നെയുള്ള നഗരമധ്യത്തിൽ തന്നെയുള്ള ഹോട്ടൽ ഹൈലൈറ്റ്സിലാണ്, പിന്നെ സിൽവർ ഹൈലൈറ്റിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചപ്പാടെ പിന്നെ എന്താ പറയുക, പർച്ചേസ് ചെയ്യാനുള്ളവർ പോയിക്കോ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് കീഞ്ഞ് പർച്ചേസ്. ശരിക്കും അതൊരു സ്ഥലത്ത് എന്താ പറയുക, ഈ ഫുട്പാത്തിൽ റോഡിൻ്റെ ഇരുവശവും എന്താ പറയുക വളകൾ വിൽക്കുന്നത്, അതേപോലെ തന്നെ തുണിത്തരങ്ങൾ, ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളാണ്. മുമ്പേ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിച്ച അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അത് കറക്റ്റ് തന്നെ. ഒരുപാട് തുണിത്തരങ്ങളൊക്കെ ഉണ്ട്, ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളാണ്. പക്ഷേ എല്ലാം ഗുജറാത്തി മോഡൽ തുണിത്തരങ്ങളാണ്. വലിയൊരു പാവാടയൊക്കെ ഉണ്ടായിരുന്നു. പാവാട അതിൻ്റെ ഒരു നീണ്ട ഇത് തന്നെ അത് സ്ഥിരമായിട്ട് ഫിക്സഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക പീടികൾ ഉണ്ടാവില്ല റോഡ് സൈഡിലുള്ളത്, അത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അടക്കാൻ പറ്റും. പക്ഷേ ബാക്കിയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് അവർ കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ എന്താ പറയുക, ചെറിയ കുട്ടികൾ എല്ലാവരും കമ്മൽ ഇതോ അങ്ങനെ പലതും വിൽക്കുന്നുണ്ട്. പക്ഷെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റ് 500 റുപ്യ, 700 റുപ്യ, 800 റുപ്യ. പിന്നെ പറയുമ്പോൾ എന്താ പറയുക, പറഞ്ഞ വില എന്ന് വെച്ചാൽ പിന്നെ 700 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ഒരു ഇങ്ങനെ വീട്ടിലെല്ലാം തൂക്കിയിടുന്ന. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ എൻ്റെ ഒപ്പം തന്നെ വന്ന് അത് 100 രൂപ വരെ ആക്കിന്. പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ഷോളൊക്കെ 800 റുപ്യ, 300 റുപ്യ അങ്ങനെയൊക്കെ. പക്ഷേ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സാധാരണ ഒരുപാട് തിരക്കുകളും വാങ്ങാൻ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും അതിന് ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഞാൻ ചെറുതിൽ കണ്ടത് ഇത് എന്താ പറയുക, ഈ സോഡ കുപ്പിയിലുണ്ടാക്കിയത് അത് ഇവിടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനത് എന്നെ കണ്ടപ്പോൾ അവർ വാങ്ങുമെന്ന് വിചാരിച്ചത്. ഞാനത് ഷൂട്ട് ചെയ്യാനാണ് പോയി, നിനക്കല്ലേ അറിയും. അങ്ങനെ നമ്മളെ നാട്ടിലിപ്പോൾ ഓണത്തിൻ്റെ സീസണാണ്. ഓണത്തിൻ്റെ സീസണിൽ സാധാരണ കണ്ണൂർ നഗരത്തിൽ പോയി കഴിഞ്ഞാൽ ഇതേ തിരക്ക് കാണും. പക്ഷേ ഇത് എല്ലാ ദിവസവും പകലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ രാത്രി പോയപ്പോൾ രാത്രിയാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. പകൽ ഉണ്ടാവുമായിരിക്കാം മാർക്കറ്റിൽ. പിന്നെ ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ തന്നെ സമയം 11 കാലാകുമ്പോൾ തന്നെ പോലീസ് വന്ന് വിസിലടിച്ച്. അപ്പോൾ തന്നെ എല്ലാവരും പാക്ക് ചെയ്ത് അന്നേരം തന്നെ പോകണമായിരിക്കും, അല്ലെങ്കിൽ ഫൈൻ അടക്കുമായിരിക്കും. അപ്പം തന്നെ അവർ വിസിലടിക്കുന്നത് കേട്ടപ്പാടഞ്ഞ തന്നെ പിന്നെ നമ്മൾ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല, അവർ പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്ത് ഓടുന്ന പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ്.